കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ട ഒരു യൂട്യൂബർ ചീത്ത വിളിക്കുകയും പ്രാകുകയും ചെയ്യുന്ന ഒരു വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രേണുസുതി. ഇപ്പോൾ തൻ്റെ കുടുംബമില്ലാതാക്കിയതും തൻ്റെ മക്കളെ തമ്മിത്തെറ്റിച്ചതും ഇവർ ഒറ്റയൊരാളാണെന്നും ഇതിനെ നീ അനുഭവിക്കുമെന്നും എല്ലാം പ്രാഗിക്കൊണ്ടാണ് രേണുസുതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ബാഗിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നിനക്കറിയണമല്ലേ, ഞാൻ കാണിച്ചു തരാമെന്നും എൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളും ചോക്ലേറ്റുമാണ് എൻ്റെ ബാഗിലുള്ളതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് രേണു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം ഉള്ളത് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നും രേണു പറയുന്നുണ്ട്. ഷഫീന ബീവി അല്ലേ, തെറുത്താത്ത തെറുത്താത്തയുടെ ശ്രദ്ധയ്ക്ക്, തെറുത്താത്തേ ഈ തെറുത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവരെ ശ്രദ്ധിക്കുക. ആ കുടുംബത്തെ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോ, ആര് കുടുംബത്തിൽ കയറ്റിയാലും ഇവരെ നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ്. എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേരെടുത്ത് ഇവരെ തലയിൽ വെക്കുന്നതല്ലാതെ ഇവരാരാണെന്ന് എന്താണ്, ഇവർക്ക് ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നെ പിടിച്ചേക്കുവാണ്. നിന്റെ ഇതിൽ വീഴുന്നവളല്ല രേണുസുതി, മനസ്സിലായോ? നീ കുറെ കിടന്ന് കളിക്കും. നിനക്ക് എന്താ അറിയണ എന്റെ പെട്ടിക്കകത്ത് എന്താ? നാടി പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് മുട്ടായി, ഋതപ്പനൊക്കെ മേടിച്ചോണ്ട് പോകുന്ന മുട്ടായി, കുറെ പേര് നല്ല മുട്ടായി ഒക്കെ തന്നുവിടുന്ന ആ മുട്ടായി. ഇതൊക്കെ നിന്നെ എന്തിനാടി ഞാൻ ബോധിപ്പിക്കുന്നത്? അടി ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്. മനസ്സിലായോ? അല്ല നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല ഞാൻ അന്തസ്സായിട്ട് അടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നിന്നെ ഇങ്ങനെ പറയരുതാത്തതാണ് ഞാൻ. പക്ഷെ എന്റെ വായിൽ നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത്. എന്നെ പറ്റി എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചു. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം. നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തല്ലിച്ച്, മക്കളെ അമ്മയും തമ്മി തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെയും മറ്റേ ഫാമിലിയെയും തമ്മിൽ അടുപ്പിച്ച്, മക്കളെയും തമ്മിൽ അടുപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും രേണുസുതിക്ക് പറയാനില്ല. നാശം പിടിച്ചവളെ.